ഹലോ, എല്ലാവർക്കും പോഡ്കാസ്റ്റ് ബൈ നിഷ ജോർജിന്റെ ഈ ഒരു സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് മുന്നിലിരിക്കുന്നത്. ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് പാർവതി രവീന്ദ്രൻ. പുള്ളിക്കാരത്തി നമ്മളുടെ നാട്ടുകാരിയാണ്, മലയാളിയാണ്. അതേപോലെ തന്നെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് റീസെന്റ് നടന്ന മിസ്സസ് ഇന്ത്യ ക്വീൻ ഓഫ് സബ്സ്റ്റൻസ് 2024 ആ കിരീടം നേടിയ വ്യക്തി കൂടിയാണ്. അപ്പം പാർവതി രവീന്ദ്രന് ഈ ഒരു ഷോയിലേക്ക് സ്വാഗതം. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് വിത്ത് മീ ടുഡേ ആൻഡ് ഓൾസോ കൺഗ്രാറ്റുലേഷൻസ് പാർവതി. Thank you so much, Nisha. It's a privilege to be in your show. താങ്ക് യു. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പാർവതിയുടെ അടുത്ത് ഞാനിങ്ങനെ കോൺടാക്ട് ചെയ്ത് വന്നപ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ ആള് വളരെ വെൽക്കമിങ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആയിരുന്നു. അതിന് തന്നെ ഒരു അപ്രീസിയേഷൻ ഫസ്റ്റ് ടൈം. കാരണം നിങ്ങളെപ്പോലുള്ളവരാണ് ഞങ്ങൾക്കൊക്കെ ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് തന്നെ. അപ്പം പാർവതിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട്, ഒരു സ്മോൾ ഇൻട്രൊഡക്ഷൻ നമ്മുടെ ഓഡിയൻസിന് വേണ്ടിയിട്ടൊന്ന് കൊടുക്കാവോ? Okay, like you said, ഞാനും കേരളത്തിൽ നിന്നാണ്. 2019 ഞാനും ഹസ്ബൻഡും കുഞ്ഞുമായിട്ട് ഞങ്ങള് ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്തു, മൂവ് ചെയ്തു. ഞാനിവിടെ ഷുൽഹെവൻ ഹോസ്പിറ്റലിലെ ക്ലിനിക്കൽ എഞ്ചിനീയർ ആണ്. ഇൻഫാക്ട് ഐ എം ദി ഫസ്റ്റ് ലേഡി ടു ബി ഇൻ ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ക്ലിനിക്കൽ എഞ്ചിനീയറിംഗ് in the Ilvara Shoalhaven Health District of New South Wales. And ഞാനൊരു ഡാൻസറാണ്, ഭരതനാട്യം മോഹിനിയാട്ടം ട്രെയിൻ ഡാൻസറാണ്. സോ ഐ റൺ എ ഡാൻസ് സ്കൂൾ ഇവിടെ നൗറയില്. I have got like over ഒരു 50 സ്റ്റുഡൻസ് ഉണ്ട്. 3 to 62 ഏജിലുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് ആണ്. ബോയ്സ് ആൻഡ് ഗേൾസ് ഉണ്ട്. സോ ഐ ഡു ഈവൻറ്റ്സ്, ഐ ഡു ഷോസ് ആൻഡ് ഓൾ. Then along with it, I'm a tennis player. ഞാനിവിടെ ഷോൽഹെവൻ ഡിസ്ട്രിക്ട് അസോസിയേഷനിൽ കളിക്കുന്നുണ്ട്. അതുപോലെ I'm a photographer ആൻഡ് ഒരു ഒക്കേഷണൽ മോഡൽ ഒക്കെയാണ്. പിന്നെ ഹസ്ബൻഡ് ഇവിടെ IT എഞ്ചിനീയർ ആണ്, ഒരു കെമിക്കൽ കമ്പനി ഇൻ നാറ. ആൻഡ് ഞങ്ങളുടെ മോൻ 7-year-old, ഹീസ് ഇൻ year 2 സെന്റ് മൈക്കിൾസ് സ്കൂളിൽ. പിന്നെ ഫാമിലി ഒബ്വിയസ്ലി അച്ഛനമ്മ നാട്ടിലുണ്ട്, എന്റെ ബ്രദർ ഉണ്ട്, ഹീസ് ഇൻ ജർമ്മനി. സോ ദാറ്റ്സ് എ ഷോർട്ട് തിങ് അബൌട്ട് മീ. അപ്പം പാർവതിക്ക് ഒത്തിരിയേറെ പാഷൻസ് ഉള്ള ഒരു വ്യക്തിയാണ്. അതായത് മെയിൻ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഇതാണെന്നുണ്ടെങ്കിലും ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ടെന്നീസ്, ഡാൻസ്, അങ്ങനെയൊക്കെയുള്ള ഒരു ഇത്. ഇപ്പൊ ഈ മോഡലിംഗ്, ഫോട്ടോഗ്രാഫി, ഇതിനെപ്പറ്റി പറഞ്ഞു. എങ്ങനെയാണ് അതിലേക്കുള്ള ഒരു കാൽവയ്പ് എന്ന് പറയുന്നത്? അതൊരു ചെറുതിലെ മുതൽ അതിനോടുള്ളൊരു ഇഷ്ടം ഉണ്ടായിരുന്നു. പിന്നെ നാട്ടിലെന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള ഓപ്ഷൻസ് വളരെ കുറവാണ്. പക്ഷെ ഞാൻ ഗ്രോ ചെയ്യുമ്പോഴത്തേന് എന്റെ പാഷൻസും എന്റെ ഡ്രീംസും ഒക്കെ എന്റെ കൂടെ അങ്ങ് ഗ്രോ ചെയ്തു. whenever I get an opportunity, I would love to ഗ്രാബ് മൈ ഡ്രീം. അതിൽ കൂടി ഞാൻ എന്തൊക്കെയാണോ സ്വപ്നം കണ്ടത് അതൊക്കെ ഞാൻ തന്നെയായിട്ട് ഒരു വഴി ഉണ്ടാക്കും. അപ്പോൾ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് ഒരു ലേറ്റർ ഓൺ ഞാൻ തിരിച്ചറിഞ്ഞ എൻ്റെ ഒരു കഴിവാണ്. സോ ഐ എം ഗുഡ് വിത്ത് പോർട്രേറ്റ് ഫോട്ടോഗ്രാഫീസ്. ഇപ്പൊ ആൾക്കാർ പറയില്ലേ, ഞാനിങ്ങനെ പുല്ലിന്റെയും പൂക്കളുടെയും ഒക്കെ പടം എടുക്കുന്നതാണ് നല്ലത്, പക്ഷെ ഞാൻ മനുഷ്യന്മാരുടെ പടം എടുക്കുമ്പോഴാണ് അതിനൊരു ഭംഗി, അതിനൊരു ജീവൻ. അവര് തന്നെ പറയും ശരിക്കുള്ള എന്നെക്കാളും ഭംഗി എന്റെ പടത്തിനാണല്ലോ എന്ന്. അപ്പം ആ ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക്, ആ അപ്രീസിയേഷൻ പതിയെ ഗ്രോ ചെയ്ത് അതൊരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫിയിലേക്ക് കൊണ്ടുവന്നതാണ്. പിന്നെ സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞാല് മോഡലിംഗ്. അത് it was always there. I loved stages, I loved cameras. അങ്ങനെ ഒരു ചാൻസ് കിട്ടുമ്പോൾ ഞാൻ വിടാറേയില്ലായിരുന്നു. പിന്നെ ഇവിടെ വന്നിട്ട് അതിന് കൂടുതൽ ഓപ്ഷൻസ് ഉണ്ടായി. അങ്ങനെയാണ് മിസ്സസ് ഇന്ത്യയിലേക്കുള്ള ഒരു ജേർണി പോലും. ലൈക്ക് ഐ സ്റ്റാർട്ടഡ് പോസിങ് ഫോർ തിങ്സ് ആൻഡ് ഈവൻറ്റ്സ്. ആൻഡ് ഇവിടെ ഞാൻ MCs ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ ക്യാമറ എന്ന് പറയുന്നത് ഇസ് ഓൾവേസ് വിത്ത് മീ. സോ ഇറ്റ് ജസ്റ്റ് ഹാപ്പൻഡ്. ഇപ്പം മിസ്സസ് ഇന്ത്യ റീസെന്റ് നടന്ന ആ ഒരു കോമ്പറ്റീഷൻ, ദ ക്വീൻ ഓഫ് സബ്സ്റ്റൻസ്, അതിനെപ്പറ്റി ചെറുതായിട്ടൊന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടൊന്ന് പറയാം. കാരണം എങ്ങനെയായിരുന്നു അതിന്റെ തുടക്കം, അതിന്റെ ആ ഒരു സെലക്ഷൻ പ്രോസസ്സ്? ഇറ്റ്സ് നോട്ട് ഈസി അല്ലേ? അപ്പൊ അതിന്റെ ഒരു ചെറുതായിട്ടൊരു ഒരു ഇൻട്രോ തരുമോ? അതിനു മുമ്പ് ഞാനൊരു ചെറിയൊരു കാര്യം പറയാൻ വിട്ടുപോയി. ഐ വാസ് 94 kilos. എന്റെ പ്രഗ്നൻസി ഒക്കെ കഴിഞ്ഞിട്ട് ഇറ്റ് വാസ് ഹാർഡ് ഫോർ മീ ടു ലൂസ് വെയിറ്റ്. അപ്പം ഇറ്റ് റിയലി അഫക്റ്റഡ് മൈ കോൺഫിഡൻസ് ബിക്കോസ് ഐ ഫെൽറ്റ് ലൈക്ക് ഐ എം ട്രാപ്ഡ് ഇൻ എ ഡിഫറെന്റ് ബോഡി. എന്റെ തന്നെ ബോഡി അല്ല, വേറെ ആരുടെയും ബോഡിക്കകത്ത് ട്രാപ്ഡ് ആയി പോയ ഒരാളെ പോലെ. നമുക്ക് ഈ കൂടുതൽ വെയിറ്റ് വരുമ്പോൾ ഡാൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഐ തോട്ട് ഇടയ്ക്ക് വെച്ച് ഹെൽത്ത് വളരെ മോശമായി. Then I decided, okay, I should be doing something about this. അങ്ങനെ ഇപ്പത്തെ എന്റെ വെയിറ്റ് ഇസ് 53.
അപ്പോൾ ആ വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്ത പിന്നെ ഇറ്റ് ബൂസ്റ്റഡ് മൈ കോൺഫിഡൻസ്. സോ ഐ സ്റ്റാർട്ടഡ് ലുക്കിംഗ് ഫോർ മോർ ഓപ്പർച്യൂണിറ്റീസ്, മോർ ഓപ്ഷൻസ്, എന്തൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ടു നോ. ഞാൻ പ്രൊഫഷണലി ഐ വിൽ സേ ഞാൻ വെരി സാറ്റിസ്ഫൈഡ് ആണ് വാട്ട് ഐ എം ഡൂയിങ്. അപ്പം ബാക്കിയുള്ള ഡ്രീംസ് പെർസ്യൂ ചെയ്യണം. അങ്ങനെ നോക്കി വരുമ്പോഴാണ് മുമ്പ് ഇങ്ങനെ മിസ് മിസ് പാജൻസ് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും കല്യാണം കഴിഞ്ഞു, ഇനിയിപ്പം മിസ് പാജൻസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈസ് ദർ എനിത്തിങ് അവൈലബിൾ ഫോർ മിസ്സസ് ആയിട്ടുള്ള കല്യാണം കഴിഞ്ഞ ആൾക്കാർക്ക് എന്തെങ്കിലും അവൈലബിൾ ആണോ? അതും ഇപ്പൊ മിസ് ആൾക്കാർ ചെയ്യുമ്പോൾ അത് അവരുടെ പ്രൊഫഷണലി കുറച്ചും കൂടി കാര്യങ്ങൾ കിട്ടാൻ വേണ്ടിയുള്ള ഒരു കാര്യമാണ് മിസ് പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ. അവർ പ്രൊഫഷണലി മാത്രമേ ഗ്രോ ചെയ്യുള്ളൂ. പക്ഷെ മിസ്സസ് പ്ലാറ്റ്ഫോംസ് എന്ന് പറയുന്നത് അങ്ങനല്ല. അത് ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റും കൂടി ഉള്ളതാ. യുനോ, ഗ്രോ യുവർ സെൽഫ് ആൻഡ് ഗീവ് എ ഹാൻഡ് ടു ദ സൊസൈറ്റി എന്നും കൂടി ഉള്ളതാണ്. ബ്യൂട്ടി വിത്ത് എ മിഷൻ. ദാറ്റ് ഇസ് വാട്ട് മോസ്റ്റ് മിസ്സസ് പാജൻസിന്റെ ഒരു ഐഡിയ അങ്ങനെയാണ്. അങ്ങനെ നോക്കുമ്പോഴാണ് മിസ്സസ് പാജൻസിനെ പറ്റി അറിയുന്നതും. അങ്ങനെ ഞാൻ മിസ്സസ് പാജൻസിന് വേണ്ടി there should be a lot of preparations before you go for a pageant. അപ്പം I have been through all of it and applied for Mrs. India Queen of Substance. അപ്പോൾ അതിന്റെ ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത് ഇസ് ഫ്രം നേവി ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ അവരുടെ നോംസും കാര്യങ്ങളൊക്കെ ഇസ് വെരി സ്ട്രിക്റ്റ് ആൻഡ് ഡിസിപ്ലിൻഡ് ആണ്. അതിലൊരു ഡയറക്ടർ ഇസ് മിസ് ഏഷ്യ പസഫിക് ആയിരുന്നു പുള്ളിക്കാരി 2014. അപ്പം ഷീ സ്റ്റാർട്ടഡ് ദ പാജന്റ്. 13 years ലെഗസി ഉള്ള ഒരു പാജന്റാ. ദേ ഹാവ് മെയ്ഡ് 13 queens as well already, who are giving back to the society. അപ്പം പ്രിവിലേജ് ടു ബി വൺ ഓഫ് ദം. അങ്ങനെ മിസ്സസ് ഇന്ത്യ ക്വീൻ ഓഫ് സബ്സ്റ്റൻസിലേക്ക് ആപ്ലിക്കേഷൻ കൊടുത്തു. അവർക്ക് യൂഷ്വലി സ്റ്റേറ്റ് വൈസ് ഓഫ്ലൈൻ ഓഡിഷൻസ് ആണുള്ളത്. ബിക്കോസ് ഓഫ് പീപ്പിൾ ലൈക്ക് us who are living abroad but still interested to be in these things, they did an online audition for me. അപ്പോൾ ഓൺലൈൻ ഓഡിഷനകത്ത് അവർ നമുക്കൊരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അവരുടെ ഭാഗത്തുനിന്ന്. നമ്മളെങ്ങനെ നമ്മളെ ക്യാരി ചെയ്യുന്നു, നമ്മളെങ്ങനെ നമ്മുടെ സൊസൈറ്റിയിൽ പ്രൊവൈഡ് ചെയ്യുന്നു എന്നൊക്കെയുള്ള കുറെ ഒരു ജനറൽ ക്വസ്റ്റ്യൻസ് എന്നല്ല, അവരുടെ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ അതെല്ലാം നമ്മൾ ആൻസർ ചെയ്യണം. അതിന്റെ കൂടെ തന്നെ നമുക്കുള്ള ഇൻട്രസ്റ്റ് അത് അവരുടെ കാര്യങ്ങളുമായിട്ട് മാച്ച് ചെയ്യണം. അപ്പം അങ്ങനെ ഒരു ഇന്റർവ്യൂ റൗണ്ട് കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് ദേ ആസ്ക് us to do നമ്മുടെ റാമ്പ് വാക്കിംഗ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യണം. അപ്പോൾ അതെല്ലാം പഠിക്കണം അതിന് മുന്നേ. അപ്പം ഞാനൊരു ട്രെയിനിങ് എടുത്തിരുന്നു. ദ ടിയാറ എന്ന് പറഞ്ഞിട്ടൊരു പൂനെയിലെ ഒരു പാജന്റ് കോച്ചിങ് ഉണ്ട്, വിച്ച് ഈസ് റൺ ബൈ ഓൺലൈൻ ആണ് ഞാൻ ചെയ്തത്. ഇറ്റ് ഈസ് യൂഷ്വലി ഓഫ്ലൈൻ. ഇറ്റ്സ് വെരി ഹാർഡ് ടു ഡു തിങ്സ് ഓൺലൈൻ. സ്പെഷ്യലി നമ്മുടെ റാമ്പ് വാക്കിംഗ് ഒക്കെ ഓൺലൈൻ പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് റിയലി ഡിഫിക്കൽട്ട്. ബട്ട് എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഓഫ്ലൈൻ തന്നെ ചെയ്തു. ബട്ട് ഇറ്റ് വാസ് എ ഗ്രേറ്റ് അസെറ്റ്. ആ ട്രെയിനിങ് ഗേവ് മീ ലൈക്ക് നമ്മുടെ ഒരു പേഴ്സണാലിറ്റീനെ പോളിഷ് ചെയ്യാന്ന് പറയില്ലേ, ഐ ഗോട്ട് ദാറ്റ്. അപ്പം ഋതിക രാംത്രി എന്നായിരുന്നു എന്റെ പാജന്റ് കോച്ചിന്റെ പേര്. ഷീ ഈസ് എ മെന്റർ ആൻഡ് everything at the moment. അപ്പം ഷീസ് ഗൈഡിങ് മീ ത്രൂ എവറിഥിങ്. അങ്ങനെയാണ് മിസ്സസ് ഇന്ത്യയിലെ സെലക്ഷൻ കിട്ടുന്നത്. ദെൻ അവർക്കൊരു 10 sets of ടാസ്ക് ഉണ്ട്. ആ ടാസ്ക് എല്ലാം നമ്മൾ ചെയ്യണം. വിച്ച് ടുക്ക് മീ ലൈക്ക് ഒരു 2 months എടുത്തു ആ ടാസ്ക് എല്ലാം അച്ചീവ് ചെയ്ത് ആ റിസൾട്ട്സ് കൊടുക്കാനായിട്ട്. എന്നിട്ടാണ് നമ്മൾ ഫൈനൽ സ്റ്റേജിലേക്ക് കയറുന്നത്. It's not easy. It's not easy. Like when you are a full-time, when you have a full-time job, when you are a full-time mother, when you have a family and other commitments, it's a bit difficult to find time for yourself. But luckily, touch wood, I've got a lovely family who has helped me with all of these things. അത് നമ്മളുടെ ആ ഒരു എന്താണ് നമ്മുടെ സപ്പോർട്ടീവ് സിസ്റ്റം അല്ലെ, ചുറ്റിലുമുള്ള ആ ഒരു സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. Exactly. They are pillars of my life. നമ്മുടെ ഒത്തിരി ടൈം അതിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്ത് പോയാൽ മാത്രമേ ഉള്ളൂ നമുക്ക് അങ്ങനെ ഒരു അച്ചീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതേപോലെ തന്നെ ഹാർഡ് വർക്ക് True. ആൻഡ് എംപവർ ചെയ്യാണ് ഓരോരുത്തരെ അല്ലെ. ഇപ്പൊ എനിക്കറിയുന്ന ആരുമില്ല ഹൂ ഡിഡ് പാജൻസ്. അപ്പം ഐ എം വൺ ഓഫ് ദി ഫസ്റ്റ് വൺസ് ടു ഡു ഇറ്റ്. മേ ബി അത് കണ്ടിട്ട് പാജൻട്രി തന്നെ ചെയ്യണമെന്നില്ല. മറന്നുപോയ സ്വപ്നങ്ങളുള്ള ഒത്തിരി മിസ്സസ്മാര് നമ്മുടെ ചുറ്റിനുമുണ്ട്. അവരെ ആലോചിക്കുമായിരിക്കും, അയ്യോ എനിക്ക് എന്തായിരുന്നു ചെയ്യാൻ പറ്റിയിരുന്നത് എന്ന്. എനിക്കിഷ്ടം ഇങ്ങനെയുള്ള കാര്യങ്ങളാ, ലൈം ലൈറ്റ്സ് ആൻഡ്
സ്റ്റേജസ്, ഐ വിൽ സേ സ്റ്റേജസ് ആണ് എന്റെ ഫേവറേറ്റ്. അപ്പം അങ്ങനെ പല പല ഇഷ്ടങ്ങൾ മറന്നുപോയ ഒത്തിരി പേർക്ക് ചിലപ്പോ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി ആയിരിക്കാം. അതായത് കാരണം ഒത്തിരി പേർക്ക് കോൺഫിഡൻസ് കൊടുക്കുന്ന ഒരു സംഗതിയാണ്. കാരണം ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാനാണെന്നുണ്ടെങ്കിൽ പോലും അത് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു സെൽഫ് ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് ഇന്റർവ്യൂ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പം സി യു ആർ ആൻ ഇൻസ്പിറേഷൻ ഫോർ പീപ്പിൾ ജസ്റ്റ് ലൈക്ക് മീ. Thank you. റിയലി ഓസം മാൻ. പിന്നെ ഇതിന്റെ അകത്ത് ഈ ഒരു 2 മാസത്തെ മൊത്തത്തിലുള്ള ആ ഒരു ടാസ്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിനു വേണ്ടിയിട്ട് നാട്ടിൽ പോകേണ്ടി വന്നോ അതോ ഓസ്ട്രേലിയയിൽ തന്നെ നിൽക്കുവായിരുന്നോ? ഇല്ല, ഓസ്ട്രേലിയയിൽ തന്നെ ചെയ്തു. ബട്ട് ഡെഫിനറ്റ്ലി നമുക്ക് നാട്ടിൽ ഉള്ള കോൺടാക്ട്സ് യൂസ് ചെയ്യേണ്ടി വരും. ഈ ടാസ്കിൽ തന്നെ ടാസ്ക് കഴിഞ്ഞിട്ട് നമ്മൾ ഫൈനൽ സ്റ്റേജിലേക്ക് കയറുമ്പോൾ അതിനകത്ത് 6 റൗണ്ട്സ് ഉണ്ട്. ആ 6 റൗണ്ട്സും വെരി ഇമ്പോർട്ടന്റ് ആണ്. അതിൽ ഒരു റൗണ്ട് എന്ന് പറയുന്നത് ട്രഡീഷണൽ കോസ്റ്റ്യൂം റൗണ്ട് ആണ്, ഓർ നാഷണൽ കോസ്റ്റ്യൂം റൗണ്ട് എന്ന് പറയുന്നവര്. ഇപ്പം ഈ മിസ് യൂണിവേഴ്സിന്റെ ഒക്കെ നാഷണൽ കോസ്റ്റ്യൂംസ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അറിയാം. നമ്മുടെ ലാസ്റ്റ് മിസ് യൂണിവേഴ്സ് വന്നിട്ട് ഹർന സന്തു, പുള്ളിക്കാരി ഒരു ബ്രൈഡൽ കോസ്റ്റ്യൂം വിത്ത് ഒരു ബിഗ് അംബ്രല്ല ചെയ്തു, വിച്ച് വെയ്സ് അറൌണ്ട്, പുള്ളിക്കാരി ഇങ്ങനെ പറയുന്നുണ്ടെന്ന്, ഒരു 20 കിലോസ് കണ്ട് വേ ചെയ്യുന്ന ഒരു അംബ്രല്ല ആണ്, അത് ഹോൾഡ് ചെയ്തിട്ടാണ് നടന്നതെന്ന്. അപ്പം അതുപോലെ നമുക്കും ട്രഡീഷണൽ അല്ലെ നാഷണൽ കോസ്റ്റ്യൂം ചെയ്യേണ്ട ഒരു റൗണ്ട് ഉണ്ട്. അപ്പൊ അതിന് എന്നെ ഹെൽപ്പ് ചെയ്തത് മെൽവിൻ ഡൊമിനിക് എന്ന് പറഞ്ഞിട്ടൊരു ഇന്റർനാഷണൽ പാജൻസ് ചെയ്യുന്ന ഒരു ഡിസൈനറാണ്. അപ്പൊ ഹീസ് എ ഗോവൻ. അപ്പം നാട്ടിലെ ഒരു കോണ്ടാക്ട് വെച്ചിട്ടാണ് ഐ ഗോട്ട് ടു ഹിം ആൻഡ് ഹീ ഡിഡ് മീ ഒരു കേരളത്തിന്റെ ബാക്ക് ഡ്രോപ്പ് ഒക്കെയുള്ള ഒരു, ഇറ്റ് ഓൾസോ വെയ്ഡ് ഒരു 15 കിലോസ് ബാക്കിൽ ആൻഡ് ഒരു 5 കിലോസിന്റെ ഒരു കഥകളി ഇങ്ങനെ ഹോൾഡ് ചെയ്യണമായിരുന്നു, വിത്ത് ഒരു വെരി പ്രിറ്റി ഗ്രീൻ കളർ, നമ്മുടെ കേരളാനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഗ്രീനിഷ് കോസ്റ്റ്യൂം ഒക്കെ ആയിട്ട്. അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നാട്ടിൽ നിന്ന് തന്നെ ചെയ്യേണ്ടി വന്നു. പിന്നെ കുറച്ച് ഇതിന്റെ എല്ലാ വാർഡ്രോബ്സും നമ്മൾ തന്നെ ചെയ്യണം, കോസ്റ്റ്യൂംസ് എല്ലാം നമ്മൾ തന്നെ ചെയ്യണം. അപ്പം അതെല്ലാം ഓർഗനൈസ് ചെയ്യാനായിട്ട് നാട്ടില് ഫാമിലി ഡെഫിനറ്റ്ലി ഹെൽപ്ഡ്, ആൻഡ് പക്ഷെ ഫ്രണ്ട്സ് നല്ല കസിൻസ് എല്ലാവരും. സ്പെസിഫിക്കേഷൻസ് ആയിരുന്നു, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ആ, ഞാൻ ഇങ്ങനെ നോക്കുമായിരുന്നു, സ്ക്രോൾ ഡൗൺ ചെയ്ത് ആ ഓരോ ഫോട്ടോസും വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. എല്ലാം കാണാൻ ആ ലാസ്റ്റ് ക്രൗൺ ചെയ്യുന്നതിന്റെ ഒക്കെ ഉണ്ടല്ലോ. താങ്ക് യു. യു ആർ പ്രിറ്റി ആൻഡ് താങ്ക് യു. ആ ഒരു കോസ്റ്റ്യൂം കുറെ എൻഹാൻസ്മെന്റ് നമുക്ക് തരുമല്ലോ. എന്റെ ഫൈനൽ ഗൗൺ വന്നിട്ട് ഇവിടെ വുളങ്കോങ്ങിലെ ജാം എന്ന് പറയുന്ന ഒരു കോസ്റ്റ്യൂംസ് ചെയ്യുന്ന ഒരു ടീമുണ്ട്, അവരുടെ നിന്നായിരുന്നു എടുത്തത്. അതെ അതെ, കുറെ ട്രയൽ ആൻഡ് എറർ. ഐ ട്രൈഡ് എന്നല്ല, ഐ ബോട്ട് അറ്റ്ലീസ്റ്റ് 4 ഗൗൺസ് ഫോർ ഇറ്റ്. അവസാനം ഐ ജസ്റ്റ് ഗോട്ട് സ്റ്റക്ക് വിത്ത് ദിസ് വൺ. ആൻഡ് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുമല്ലോ, ഓക്കെ, വെൻ ഐ എം വിത്ത് ദ ക്രൗൺ ഐ ലുക്ക് മോസ്റ്റ് ബ്യൂട്ടിഫുൾ വിത്ത് ദാറ്റ് കോസ്റ്റ്യൂം ഓൺ. ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പം നമ്മളിപ്പം ഇവിടെ ഓസ്ട്രേലിയയിൽ ജീവിച്ചു, നമ്മൾ നാട്ടില് പെട്ടെന്നൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഒരു ബ്യൂട്ടി പാജൻ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുള്ള മറ്റുള്ള കോണ്ടസ്റ്റന്റ്സിന്റെ കൂടെയുള്ള ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? സപ്പോർട്ടീവ് ആയിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും? എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നോ? ഇല്ലില്ല, ആ ടീം വാസ് അമേസിങ്. ഞാൻ പറയും, അത്രയും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുന്ന ഒരു 33 ലേഡീസിനെയാണ് ഞാൻ അവിടെ കണ്ടത്. അവിടെ ഒരാൾ പോലും സെൽഫിഷ് അല്ല, അവിടെ ഒരാൾക്ക് പോലും അയ്യോ ഞാൻ ജയിക്കണം എന്ന് വിചാരിച്ച് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല. ഈവൻ ഞാൻ പോലും, നമ്മളവിടെ പോകുന്ന സമയത്ത് ഓക്കെ ഐ ഷുഡ് വിൻ എന്നൊരു കാര്യമുണ്ട്, പക്ഷെ അവിടെ പോയി കഴിയുമ്പോൾ വി എസ്റ്റാബ്ലിഷ്ഡ് എ സിസ്റ്റർഹുഡ്. എവ്രിബഡി വാസ് അമേസിങ്. അവർ ഓരോ ആൾക്കാരും അവരവരുടെ ഏരിയയിൽ വളരെ കഴിവ് തെളിയിച്ച ആൾക്കാരാണ്. അപ്പം അവരുടെ നിന്ന് നമുക്ക് ലേൺ ചെയ്യാന്നുള്ളതാണ്. ഇറ്റ് വാസ് അഗൈൻ അനദർ പ്ലാറ്റ്ഫോം ഫോർ മീ ടു ഇംപ്രൂവ്. ഞാൻ ചെയ്യുന്നതൊന്നും അല്ല എന്ന് ചിലപ്പോൾ എനിക്ക് തന്നെ തോന്നിപ്പോകുന്ന കുറച്ച് ആൾക്കാരും അതിനകത്തുണ്ട്. ഒത്തിരി സർവൈവേഴ്സ് ഉണ്ട്. അതിനകത്ത് ഒരാൾ ക്യാൻസർ സർവൈവർ ആയിരുന്നു. ഷീ ഈസ് ഡൂയിങ് കീമോ, ഇപ്പോഴും കീമോ ചെയ്യുവാണ്. അപ്പൊ അതിൽ നിന്നൊക്കെ ഒരു ബ്യൂട്ടി പാജന്റിലേക്ക് വരിക. ഷീ ഡിഡൻ ഹാഡ് എനി ഹെയർ, കുറച്ച് മുടി കുറവായിരുന്നു, ബട്ട് സ്റ്റിൽ അവർ ആ കോൺഫിഡൻസ് മേക്ക് ചെയ്ത് വന്നതാ. അപ്പൊ നമ്മള് ചെയ്യുന്ന കാര്യങ്ങൾ അത് വെച്ച് നോക്കുമ്പോൾ ശരിക്കും ഒന്നുമല്ല. ടീം വാസ് അമേസിങ്. അവരെല്ലാരും സ്റ്റിൽ ഇൻ ടച്ച്, സ്റ്റിൽ എൻകറേജസ് ഈച്ച് അതർ. സോ I'll say I'm lucky. ഹൗ ഡിഡ് യു ഫീൽ? ആ ഒരു സ്റ്റേജിൽ നിന്നപ്പോഴത്തെ ആ ഒരു ഫീലിംഗ് എന്തായിരുന്നു? ഉള്ളിൽ ടെൻഷൻ ഉണ്ടായിരുന്നു, അറിയാം, ലൈക്ക് ദർ വിൽ ബി സം നെർവസ്നെസ്, പക്ഷെ അത് എങ്ങനെയാണ് ഓവർകം ചെയ്തത് ആ ഒരു ഇത് എന്ന് പറയുന്നത്? ശരിക്കും എനിക്ക് അങ്ങനെ ഓൺ സ്റ്റേജ് ടെൻഷൻസ് വരാത്തുള്ള ഒരാളാ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് സ്റ്റേജസ് ആണ്. ഐ ലവ് ടു ബി ഇൻ സ്റ്റേജ്, ഐ ലവ് ടു ബി ഇൻ ഫ്രണ്ട് ഓഫ് ക്യാമറ. അപ്പം ടെൻഷൻ എന്ന് പറയുന്ന കാര്യമില്ലായിരുന്നു. പക്ഷെ ആ ഒരു മൊമെന്റിൽ ഇഫ് യു വുഡ് ഹാവ് സീൻ മീ ഹോൾഡിംഗ് ഹാൻഡ്സ് വിത്ത് മൈ
റണ്ണറപ്പ് നിനി. അപ്പൊ ഞാൻ അവളുടെ കൈ പിടിച്ച് നിന്നിട്ട് കണ്ണടച്ചപ്പോ ഒരു സെക്കൻഡില് ഞാൻ കഴിഞ്ഞ ഒരു 4-5 മാസമായിട്ട് ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്ത കാര്യങ്ങളാണ് എന്റെ മൈൻഡിൽ വന്നത്. ഹൗ ഹാർഡ് ഇറ്റ് വാസ് ഫോർ മീ ടു ഗെറ്റ് ടു ദാറ്റ് പോയിന്റ്. ആ 2 പേരാണ് ഇതില്, 2 പേരിൽ ഒരാളാണ് എന്ന് പറഞ്ഞിട്ട് നമ്മളെ വിളിക്കുമ്പോ വി ആർ ഓൾറെഡി വിന്നേഴ്സ്. ബട്ട് ആ കണ്ണടയ്ക്കുമ്പോ എനിക്ക് ഓർമ്മ വന്നത്, ഓ മൈ ഗോഡ്, വാട്ട് ഓൾ ഹാവ് ഐ ഡൺ ടു ഗെറ്റ് ഹിയർ എന്നുള്ളതാ. അപ്പൊ ആ മൊമെന്റിൽ ഒരു ഇമോഷൻ എനിക്ക് ഉണ്ടായിരുന്നു. മേക്കപ്പ് പോവാതെ ഞാൻ ഇച്ചിരി കരഞ്ഞു. കാരണം ലോട്ട് ഓഫ് ഇമോഷൻസ് ഇൻവോൾവ് ആണ് ഇങ്ങനെയുള്ള ആ ഒരു അതെ, കാരണം അതൊരു സ്പെഷ്യൽ മൊമെന്റ് ആണ് നമ്മുടെ ലൈഫിൽ തന്നെ, ഒരു വലിയൊരു സ്പെഷ്യൽ മൊമെന്റ് ആണ്, എപ്പോഴും ചെറിഷ് ചെയ്യാൻ പറ്റുന്നത് അല്ലെ. നമ്മുടെ ഒരു പാഷൻ ഫോളോ ചെയ്യുക, അതിന്റെ ആ ഒരു സ്റ്റേജിൽ അങ്ങനെ പോയി നിൽക്കുന്ന ആ ഒരു ഇതെന്ന് പറയുന്നത് പ്രത്യേക ഒരു ഇതാണ്, ഗോൾ ഓറിയന്റഡ് ആയിട്ട് പോയിട്ട് അല്ലെ. അതെ, ഇവിടുന്ന് പോകുമ്പോ എനിക്ക് ഇപ്പൊ എന്റെ കൂടെ ഒരു ഫ്രണ്ടാണ് നാട്ടില് സപ്പോർട്ട് ചെയ്യാനായിട്ട് വന്നത്, ഇവിടുന്ന് തന്നെ വന്നു. അപ്പം അവിടെ എനിക്ക് പ്രത്യേകിച്ച് സപ്പോർട്ടേഴ്സ് ഇല്ല. പക്ഷെ ഇഫ് യു ലുക്ക് അറ്റ് ദ വീഡിയോ, വെൻ ദേ ആസ്ക്ഡ് ഹൂ ഇസ് ദ വിന്നർ, എവരിബഡി വാസ് ഷൗട്ടിംഗ് മൈ നെയിം. പാർവതി. आप लोग मेरे को शौक देंगे हर बार. Okay. The winner is Parvati. And I would say അതിൽ പകുതി വരെ എനിക്ക് അറിയില്ല, പക്ഷെ അവരെന്റെ പെർഫോമൻസ് കണ്ടിട്ട് they thought I am the winner. ലൈക്ക് അവർക്ക് ഞാനാണ് വിന്നർ. ഇനിയിപ്പോ എനിക്ക് ആ ടൈറ്റിൽ ഇല്ലായിരുന്നെങ്കിലും അവരെന്നോട് വന്ന് പറഞ്ഞേനെ, ഓ യു ഡിഡ് റിയലി വെൽ, ആൻഡ് that's all. That's all. അവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നല്ലോ, അവരാ ഏറ്റവും ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ Mobile phones. മൊബൈൽ ഫോൺസിന്റെ കാര്യമാണ്. അപ്പം അതിന്റെ ആ ഒരു അതൊരു എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻ ആയിരുന്നോ അത്? No, no, no. നമുക്ക് അറിയില്ല അവരെന്തായിരിക്കും നമ്മളോട് ചോദിക്കാന്ന്. ദേ ക്യാൻ ആസ്ക് എനിത്തിങ് അണ്ടർ ദ സൺ. ഈവൻ പൊളിറ്റിക്സിലെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം, ജനറൽ നോളജ് ചോദിക്കാം. പക്ഷെ അവര് കൂടുതൽ നോക്കുന്നത് ഒരു ക്വസ്റ്റ്യൻ കൊടുത്തു കഴിഞ്ഞാൽ എത്ര കോൺഫിഡന്റ് ആയിട്ടും സ്മാർട്ട് ആയിട്ടും ആൻസർ ചെയ്യുന്നു എന്നാ. പിന്നെ ഓൺ സ്റ്റേജ് ക്വസ്റ്റ്യൻസിൽ റൈറ്റും ഇല്ല റോങ്ങും ഇല്ല, അതൊരു തിയറിയാണ്. നമ്മുടെ വ്യൂ പോയിന്റ് എന്താണോ അത് സ്ട്രോങ് ആയിട്ടും കോൺഫിഡന്റ് ആയിട്ടും പറയാന്നുള്ളതാണ് ഓൺ സ്റ്റേജ് ക്വസ്റ്റ്യൻസിന്റെ ഒരു എന്താ പറയാ രീതി എന്ന് പറയുന്നത്. അവര് എക്സ്പെക്ട് ചെയ്യുന്നത് അതാണ്, വിച്ച് ഐ തിങ്ക് ഐ ഡിഡ്. Yeah, that was an awesome answer. I think നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ആ ക്വസ്റ്റ്യൻ ഒന്ന് കറക്റ്റ് ആയിട്ടൊന്ന് ചെയ്യാന്നുണ്ടെങ്കിൽ നല്ലതായിരുന്നു. കാരണം ഇറ്റ്സ് ആക്ച്വലി വണ്ടർഫുൾ വൺ ആൻഡ് ഐ തിങ്ക് യു ഷുഡ് ഷെയർ വിത്ത് ദി ഓഡിയൻസ്. മൊബൈൽ ഫോൺസ് ഒരു കേഴ്സ് ആണോ ബൂൺ ആണോ, അത് മോഡേൺ ജനറേഷനെ ബേസ് ചെയ്ത് പറയുക എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. അതെ അതെ, അതിനാ ഒരു പോയിന്റ് പറഞ്ഞായിരുന്നു ലാസ്റ്റ്. അതുകൂടെ ഒന്ന് പറയോ? ലൈക്ക് വിച്ച് വൺ? ഞാൻ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ച് സ്വിച്ച് ഓഫ് ചെയ്യുന്നതിന്റെ അല്ല, അതായത് നമുക്ക് ആവശ്യമുള്ളത് എടുക്കുക, ആവശ്യമില്ലാത്തത് കളയുക. എക്സാക്ട്ലി, ലൈക്ക് എവറിതിങ്, എല്ലാ കാര്യങ്ങളും നമ്മള് എല്ലാ ആൾക്കാരെയും എല്ലാ സിറ്റുവേഷൻസിൽ നിന്നും നമ്മൾ പഠിക്കുന്ന കാര്യങ്ങള് അതാണ്. നമ്മൾക്ക് ആവശ്യമുള്ളത് മാത്രം എടുക്കുക, നമുക്ക് വേണ്ടാത്തതൊക്കെ കളയുക. അഡ്വാൻറ്റേജസ് മാത്രം ഗ്രാബ് ചെയ്യാനുള്ളതാണ് നമ്മുടെ ബ്രെയിൻ. ഡിസഡ്വാൻറ്റേജസും അല്ലെങ്കിൽ നെഗറ്റിവിറ്റീസും എടുത്തു കഴിഞ്ഞാൽ നമുക്കതൊന്നും ഈൽഡ് ചെയ്യുന്നില്ല. നമ്മള് ഇന്നത്തെക്കാളും ബെറ്റർ നാളെ ആവണം എന്ന് വിചാരിക്കുന്ന ആൾക്കാരായിരിക്കും മിക്കവാറും എല്ലാവരും. അങ്ങനെ തിങ്ക് ചെയ്യുന്ന ഉണ്ടെങ്കിൽ ഇല്ലേ, നിഷയ്ക്കും തോന്നുന്നില്ലേ നാളെ ഞാൻ ഇതിലും നല്ലതായിരിക്കണം എന്ന്? അപ്പൊ ഇതിലും നല്ല ഇപ്പോഴത്തെ ഒരു മൊമെന്റ് നമുക്ക് അറിയത്തില്ല, നാളെ എന്താവുമെന്ന് നമുക്ക് അറിയത്തില്ല. ജസ്റ്റ് മേക്ക് യൂസ് ഓഫ് ദ ടൈം എന്നുള്ളതാണ് ഏറ്റവും അതെ. അപ്പം പോസിറ്റീവ്. ബി ദ ബെസ്റ്റ് അൺടിൽ യു നോ ദ ബെറ്റർ. വെൻ യു നോ ദ ബെറ്റർ, ബി ദ ബെറ്റർ എന്ന് പറയും. അതുപോലെ നാളേക്ക് ഞാൻ ഏറ്റവും നന്നായിട്ടിരിക്കാൻ എനിക്ക് അതിൽ നിന്നുള്ള ഗുഡ് തിങ്സ് മതി. അപ്പൊ ടേക്ക് ദ ഗുഡ് തിങ്സ്, ലീവ് ഓൾ ദ നെഗറ്റിവിറ്റീസ്, ലീവ് ഓൾ ദ ഡിസഡ്വാൻറ്റേജസ്. ഇനി ഈ ഒരു ടൈറ്റിൽ വിൻ ചെയ്തു, ഇനിയുള്ള പ്ലാൻസ് എന്തൊക്കെയാണ്? അപ്പൊ ഇതുമായിട്ട് എന്തെങ്കിലും ആ ഒരു ടൈറ്റിലുമായിട്ട് അനുബന്ധിച്ച് എന്തെങ്കിലും കമ്മിറ്റ്മെന്റ്സ് ഉണ്ടോ? അങ്ങനെ സോ ഇനിയൊരു 1 ഇയറിലേക്ക് എനിക്ക് നാഷണൽ പാജൻസ് ഒന്നും ചെയ്യാൻ പറ്റില്ല. ദർ ഇസ് നോ നീഡ് ആസ് വെൽ. എനിവേ വിന്നർ ആകുമ്പോഴത്തേനും നമുക്ക് ഇനിയൊരു നാഷണൽ പാജന്റ് ആവശ്യമില്ല. ബട്ട് അത് കഴിഞ്ഞിട്ട് ഐ എം ക്വാളിഫൈഡ് ടു ഗോ ഫോർ മിസ്സസ് യൂണിവേഴ്സ്. which is happening in Philippines 2025 ഫിലിപ്പീൻസിൽ ഹാപ്പൻ ചെയ്യാം. സോ ഐ എം ക്വാളിഫൈഡ് ഫോർ ദാറ്റ്. അപ്പം
ബട്ട് ഐ എം താങ്ക് യു റിയലി ഹാപ്പി ഫോർ യു. ഞങ്ങൾ എല്ലാവരുടെയും എന്താണ് ബെസ്റ്റ് വിഷസ് ഉണ്ടായിരിക്കും ഉറപ്പായിട്ടും. യു യു കെൻ സോ ഡു മച്ച്. താങ്ക് യു സോ മച്ച്. അപ്പം ഇത് അതൊരു കമ്മിറ്റ്മെന്റ് ആണ്. 2020 സോറി, ഈ വർഷം 2025 2025 ബിഗിനിങ് ആണോ അതോ അല്ല, ഒക്ടോബർ, എൻഡ് ഓഫ് 2025. ഓക്കെ അപ്പൊ I've got like an year to prepare for it. ഒരു വലിയൊരു എന്താണ് അച്ചീവ്മെന്റ് അല്ലേ? I never thought, നമ്മളെ ടിവിയിലൊക്കെ കണ്ടിട്ടുണ്ട് മിസ് യൂണിവേഴ്സിന്റെ വാക്ക് ഒക്കെ കാണുമ്പോൾ ഞാൻ ആലോചിക്കും, അയ്യോ അത്രയും ഹൈറ്റ് വേണം, അതുപോലെ ബോഡി വേണം. പക്ഷെ you can achieve it. If you dream about it, you can definitely achieve it. ശരിക്കും ഉണ്ടല്ലോ പാവതിനെ ഞാൻ മെട്രോ മലയാളത്തിന്റെ ന്യൂസ് കണ്ടപ്പോഴാണ് പാവതിയുടെ ഇത് കാര്യം ഞാൻ അറിയുന്നത് ഫേസ്ബുക്കിൽ. ഞാൻ അന്നേരം പാർവതിനെ ഫോളോ ചെയ്തിട്ട് ഞാൻ ഫേസ്ബുക്ക് മെസ്സഞ്ചറിന്റെ അകത്തൊരു മെസ്സേജ് I didn't know whether you're going to contact me or not, but it's now or never. So I just and you responded pretty much quickly. And that was really amazing. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി പേർക്ക് അതൊരു വലിയൊരു സപ്പോർട്ടാണ്. കാരണം നമ്മൾക്ക് ഒരു നമ്മളുടെ ആ ഒരു നേട്ടം നമ്മൾ മറ്റുള്ളവരിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് ഉണ്ടാകുന്ന ഒരു ഇമ്പാക്ട് അല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ തോന്നും ഐ ക്യാൻ ഡു സംതിങ് ബെറ്റർ അല്ലെ, ലൈക്ക് മാറി ഡിഫറെന്റ് ആയിട്ട് വാട്ട് ഐ ക്യാൻ ഡു ടു മേക്ക് മൈസെൽഫ് ഹാപ്പി എന്നുള്ള ആ ഒരു അപ്രോച്ചിലേക്ക് വരുന്നത് നമുക്ക് ഒത്തിരി മനസ്സിന് സന്തോഷം തരുന്ന കാര്യമാണ്. So I was really happy and you made me really happy and I'm grateful for that. Thank you so much. Even you are an inspiration. ഞാൻ പോഡ്കാസ്റ്റ് കേൾക്കുന്ന ആളാണ്. പക്ഷെ there also മിസ്സസ് ആയിട്ടിരുന്നിട്ട് 2 കുഞ്ഞുങ്ങളെ നോക്കി ഒരു ഫുൾ ടൈം ജോബ് ചെയ്ത് then following your passion is commendable. അതിന് really great. Oh, come on, but still. അതെ അതെ, ഐ എൻജോയ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഓരോ മൊമെന്റ്സ് ലൈഫിൽ ഓരോ സ്റ്റേജസ് ആണ് അല്ലെ, നമ്മൾ അതിനകത്ത് മാറി നിൽക്കാതെ നമുക്ക് എന്താണ് ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് നോക്കുക. കാരണം സ്ട്രെസ്സും കാര്യങ്ങളും ഒക്കെ അല്ലെങ്കിൽ ലൈഫിൽ പല എക്സ്പീരിയൻസസിനെ പറയാൻ പറ്റത്തുള്ളൂ, ഫെയിലിയർ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഇറ്റ്സ് എ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ടു സംതിങ് എൽസ്. ആ ഒരു രീതിയിൽ അതിനെ കാണുവാന്നുണ്ടെങ്കിൽ ഒത്തിരി ബെറ്റർ ആവും നമ്മളുടെ ലൈഫും നമ്മുടെ ചുറ്റിലുമുള്ളവരുടെ ലൈഫും എന്നുള്ള വിശ്വസിക്കുന്നത്. എക്സാക്ട്ലി. എല്ലാ മിസ്സസ്മാരും പറയുന്ന ഒരു പോയിന്റ് ആണ്, ഐ ലീവ്ഡ് ഫോർ മൈ കിഡ്സ്. കുട്ടികൾക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്. ഞാൻ വളരെ ചെറുതായിരിക്കുമ്പോൾ മുതൽ എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു ഹൗ ഐ ഷുഡ് ബ്രിങ് അപ്പ് മൈ കിഡ്സ് എന്നുള്ളത്. അതിലൊരു മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ അവരെന്നെ നോക്കുമ്പോൾ ഞാനൊരു ഹൗസ് വൈഫ് അല്ലെങ്കിൽ റെഗുലർലി ജോലിക്ക് പോകുന്ന ഒരാൾക്ക് മേളില് ഐ ആം എൻ അച്ചീവർ എന്ന് അവർക്ക് ഫീൽ ചെയ്യണം. അത് അവർക്കൊരു അപ്ലിഫ്റ്റ്മെന്റ് കൊടുക്കുന്നു ഞാനൊരു 100% വിശ്വസിക്കുന്നുണ്ട്. അടിപൊളി. അതായത് നമ്മൾ ചുറ്റിലുള്ളവരെ ഇൻസ്പയർ ചെയ്യാണ് അല്ലെ, നമ്മള് നമ്മുടെ ലൈഫ് കൊണ്ട് അത് നമ്മുടെ ഫാമിലി സുഹൃത്തുക്കളാകാം, ഈ ലോകത്തുള്ള മറ്റു പലരും ആകാം. അങ്ങനത്തെ ഒരു ഇത് എന്നെ അറിയാത്ത ഒരാൾക്കും ചിലപ്പോ ഇത് കണ്ടു കഴിയുമ്പോൾ തോന്നുമായിരിക്കും, ഓക്കെ ഞാൻ എന്ത് ചെയ്യും എന്നെ ഒന്നും കൂടി നന്നാക്കാൻ. അപ്പം അത് മതി. ദാറ്റ് ഈസ് വാട്ട് വി വാണ്ട്. കറക്റ്റ് ആണ്. ഇനി ഇപ്പം ഈ ഓസ്ട്രേലിയയിലെ മലയാളികളുടെ ഇടയിൽ ഞാൻ കണ്ടു ഒത്തിരി ഇത് ഇൻവിറ്റേഷൻസും കാര്യങ്ങളും ഒക്കെ പരിപാടി അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വരുന്നുണ്ട്. എന്ത് പ്രോജക്ട്സ് അങ്ങനെ എന്തെങ്കിലും ഇതിലേക്ക് ക്ഷണം ഉണ്ടായിട്ടുണ്ടോ? കുറച്ച് ഇങ്ങനെ പൈപ്പ് ലൈൻഡ് ആണ്. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ നമുക്ക് എന്താണോ ആപ്റ്റ് ആയിട്ടുള്ളത് അത് എടുക്കാന്നുള്ളതാണ്. നമുക്ക് വി കാൻ പുട്ട് അവർ ഫിംഗേഴ്സ് ഇൻ എവറി പൈ വി സീ. എല്ലാം നമ്മുടെ പീസ് ഓഫ് കേക്ക് ആയിരിക്കില്ല. നമ്മുടെ അരിമണി എന്ന് പറയില്ലേ മലയാളത്തില്, എല്ലാം നമ്മുടെ ആയിരിക്കണം എന്നില്ല. പക്ഷെ എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള 1-2 കാര്യങ്ങളുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ടു ഇൻട്രസ്റ്റഡ് ഇൻ ഫോട്ടോഗ്രാഫി ആൻഡ് മോഡലിംഗ്. അപ്പം മോഡലിംഗ് ചാൻസസ് വരുന്നത് ഞാൻ ഡെഫിനറ്റ്ലി എടുക്കും. അതുപോലെ തന്നെ ഇവിടെ കുറച്ചധികം മോഡലിംഗ് ഏജൻസീസ് ഉണ്ട്. സോ ഐ വോണ്ട് ടു ഡു റാമ്പ് വാക്സ്. നമ്മൾ ഇപ്പൊ ഷെനേൽ അല്ലെങ്കിൽ വിക്ടോറിയ സീക്രട്ട് അങ്ങനെയുള്ള ബ്രാൻഡ്സിന് വേണ്ടി നമ്മൾ റാമ്പിൽ വാക്ക് ചെയ്യുന്ന അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഉണ്ട്. അപ്പൊ എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് കുറച്ചും കൂടെ താല്പര്യം. ആക്ടിങ് ഡെഫിനറ്റ്ലി ഇൻട്രസ്റ്റഡ് ആണ്. ഒരു പ്രൈം ഉദ്ദേശം ആക്ടിങ് ആണോ എന്ന് ചോദിച്ചാൽ അൽസേ അല്ല, അതല്ല. ഈവൻ എനിക്ക് തന്നെ അറിയില്ല ഞാൻ എന്റെ ലിമിറ്റ് എന്താന്ന്. ഐ എം എക്സ്റ്റെൻഡിങ് മൈ സെൽഫ്. there will be a time where I'll find the most memorable moment of my life. I'm still waiting.
താങ്ക് യു പാർവതി. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ, കാരണം പാർവതി ഫാമിലിയെ പറ്റി പറഞ്ഞു, ഹസ്ബൻഡും കുട്ടിയും ആം, അവര് വന്നിരുന്ന ആ ഒരു ഫൈനൽ ഇത് ഇല്ല, സ്റ്റേജിൽ അവർക്ക് വരാൻ ഇച്ചിരി പാടായിരുന്നു. ബിക്കോസ് ഹസ്ബൻഡ് ഒരു ഫുൾ ടൈം ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹീസ് ദ ഓൺലി വൺ ഹൂ ഇസ് ഹാൻഡ്ലിംഗ് IT ഫോർ ദ കമ്പനി. അപ്പൊ ഇഫ് ഹീസ് അവേ, കമ്പനി വിൽ ബി ഇൻ ട്രബിൾ. സോ ഹീ തോട്ട് ലെറ്റ് മീ സ്റ്റേ ബാക്ക്. ആൻഡ് ഓൾസോ എന്റെ മോന് കുറച്ച് നാളായിട്ട് ബാക്ടീരിയൽ ന്യൂമോണിയ വന്നിട്ട് ഹിസ് ഹെൽത്ത് വാസ് റിയലി ബാഡ്. ബട്ട് ഡോക്ടർ പറഞ്ഞു ട്രാവലും അഡ്വൈസബിൾ അല്ല. അപ്പോ they preferred to stay back, but they didn't watch me win. ദാറ്റ്സ് റിയലി നൈസ്. ഇനി നമ്മളുടെ ഈ എന്താണ്, നമ്മളുടെ കൊച്ചു കൊച്ചു ഇങ്ങനെ ആഗ്രഹങ്ങളും ഒക്കെ ആയിട്ട് ജീവിക്കുന്ന കുറേ പേര് നമ്മുടെ സമൂഹത്തിലുണ്ട്. അവർക്ക് കൊടുക്കാനുള്ള ഒറ്റ ഒരു ആ ഒരു ഇൻസ്പിറേഷണൽ ഒരു കോട്ട് എന്തായിരിക്കും? ഞാൻ പറയും, നിങ്ങൾ ഡ്രീം കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സിറ്റ് ഡൗൺ ചെയ്ത് അതിനെപ്പറ്റി ഒന്ന് ആലോചിച്ച് നോക്കുക. ചില ഡ്രീംസ് ഒക്കെ നമ്മൾ മറന്നുപോകും കോഴ്സ് ഓഫ് ടൈം, റെസ്പോൺസിബിലിറ്റീസ് കാരണം. പക്ഷെ അങ്ങനെ വിട്ട് കളഞ്ഞാൽ നമ്മുടെ ലൈഫ് കംപ്ലീറ്റ് അല്ല. യുൽ ബി ലീവിങ് എൻ ഇൻകംപ്ലീറ്റ് ലൈഫ്. ഒരു ചെറിയ ആഗ്രഹമാണെങ്കിലും അത് സാധിക്കാൻ നോക്കണം. എപ്പോഴാന്ന് വെച്ചാൽ, ഇനി പ്രായം എന്ന് പറയുന്നത് ഒരു പ്രശ്നമേ അല്ല. ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ. അത് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുത്തൊരു കാര്യമാണ്. സോ സിറ്റ് ഡൗൺ, റിലാക്സ്, think about what you wanted to achieve once you were younger yourself. അത് ഇപ്പോഴും പോസിബിൾ ആണ്. Give it a try. Be confident, be strong, and be you, and you'll definitely achieve it. ദാറ്റ്സ് ബ്യൂട്ടിഫുൾ. അതേപോലെ തന്നെ കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എനിക്കൊന്ന് അറിഞ്ഞപ്പോൾ തന്നെ, പാർവതിയുടെ ഇഷ്ടപ്പെട്ട ഭക്ഷണം തന്നെ, നമ്മൾ മലയാളികളാണല്ലോ, ഭക്ഷണം എന്താണ്? My favorite food is biryani. ഏത്, ചിക്കൻ ആണോ അതോ Chicken. Mutton എനിക്ക് അലർജിയാ. okay. So I met somebody else with the allergy, so എനിക്ക് നാൽക്കാലികളൊന്നും കഴിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഒരു ഇതുണ്ട്. അതെ. So chicken biryani is my favorite. ഏറ്റവും ഇഷ്ടപ്പെട്ട ആക്ടർ അല്ലെങ്കിൽ ആക്ട്രസ് ആരാണ്? എല്ലാരെയും ഞാൻ അഡ്മയർ ചെയ്യും കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒരു ഫേവറിറ്റിസം ഉള്ള ഒരാളല്ല. ബട്ട് സ്റ്റിൽ അച്ചീവ്മെന്റ്സിന്റെ കാര്യത്തിൽ പറയണം, ആക്ടിംഗ് എന്ന് ഞാൻ പറയില്ല, അച്ചീവ്മെന്റ്സ്, ദ വേ ഹി ഹാസ് ഗ്രോൺ ഇൻ ഹിസ് കരിയർ, I'll say Prithviraj is one of my favorites. That's wonderful. Thank you so much, Parvati, for joining with me today. So, എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ ആയിക്കൊണ്ട് എന്താണ് എല്ലാവരെയും എംപവർ ചെയ്യും. Thank you so much, Nisha. It's been wonderful talking to you. And like you said to me, Nisha is also very also an inspiration to people who think regular കാര്യങ്ങളിൽ നിന്ന് മാറി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന്. That is what woman empowerment means. I really from bottom of my heart, I really appreciate what you're doing. Thank you so much. അതേപോലെ തന്നെ wish you all the best towards 2025. Mrs. ഒരു കോമ്പറ്റീഷനിലേക്ക് ഉള്ള ഒരു സെലക്ഷൻ കിട്ടിയല്ലോ, ഒരു വലിയൊരു കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് വിഷ് യു ഓൾ ദി ബെസ്റ്റ്. നമ്മളുടെ ഈ ഒരു ഇന്നത്തെ ഈ ഒരു സെഷൻ കഴിയുന്നതിന് മുന്നേ എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ എല്ലാത്തിലും ഈ കിരീടം കാണാറുണ്ട് എന്ന് പറയുന്നത് നമ്മുടെ മോഹൻലാലിന്റെ ഫേമസ് ആയിട്ടുള്ള എങ്കിലും എനിക്കിപ്പോ കാണേണ്ടത് പാർവതിയുടെ കിരീടം കയ്യിലുണ്ടോ എന്നുള്ളതാണ്. കിരീടം ആ ഒരു കിരീടം ഉണ്ടോ, കയ്യിലുണ്ടോ? എയർപോർട്ടിൽ ഇത് കൊണ്ടുവരണല്ലോ സ്യൂട്ട് കേസിലാക്കി. അപ്പൊ ഞാൻ എന്റെ ഹാൻഡ് ലഗേജിലാണ് കൊണ്ടുവന്നത്. അപ്പൊ എന്റെ കൂടെയുള്ള ഫ്രണ്ട് എന്നോട് പറയാ, പോൾ ബാർബർ ആന്ന് പറഞ്ഞ് നിന്നെ പിടിച്ചു നിർത്തുവോ? ഡയലോഗ് ഓർമ്മ. ഐ ഡു ഹാവ് വേണ്ടിട്ട് അതൊന്ന് വെച്ച് കാണിക്കാവോ? ഷോ. Oh my God, that's so beautiful. So it's a ruby one, isn't it? It's a ruby one. Yeah. Is it real ruby? Real ആയിരിക്കില്ല, പക്ഷെ എക്സ്പെൻസീവ് ആണ്. You look so pretty in that one. Thank you. Thank you so much for joining with me today. So much. Thank you.